വണ്ടിയുടെ വണ്ടിയാണ് ആ പാലയാത്രയ്ക്ക് അത്രയും വണ്ടി അഞ്ചാറാളെ കണ്ടപ്പോഴത്തേക്ക് അവ എല്ലാത്തിനും വിളിച്ചു എണീറ്റതാരും ചിലപ്പോൾ നമുക്ക് ഉറങ്ങാനും പറ്റില്ല ഉറങ്ങാൻ നഷ്ടപ്പെട്ടാണ് ഓട്ടോ നടക്കും ഉറങ്ങാനും പറ്റില്ല അല്ലാതെ നല്ല പറഞ്ഞു
ബെല്ലടിക്കാൻ പറ്റില്ല. ഇൻസ്പെക്ടർമാർ കയറുന്നത് നമ്മളെ പരിശോധിക്കാനല്ല, നമ്മളെ സഹായിക്കാനാണ്. പൈസ മേടിച്ചിരിക്കാൻ അടിച്ചു കൊടുക്കാൻ വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. നമുക്ക് 3 കിലോമീറ്ററിനുള്ളിൽ നമ്മൾ കൂടെ കൊടുത്ത് കൊടുത്തു തരും. മനസ്സാക്കിയുള്ള എല്ലാവരും ഇപ്പോൾ കുറേയൊക്കെ ഭേദമാണ്. ഇപ്പോൾ വേണ്ടി ഒത്തിരി ഭേദമാണ്. അന്നുള്ള തീരുമാനമാണ് കുഴപ്പമില്ല. ഇപ്പോഴുള്ളതിലും ഉണ്ട്. എങ്ങനെ അവരൊരു പണി കൊടുക്കാനുള്ള അനുഭവമാറുണ്ട്. വലിയ വലിയ സ്റ്റേറ്റ്മെന്റ് ഓരോ കാര്യങ്ങളും ചോദിക്കും. തന്നെ പറയും, നീ എന്താണ് എഴുതാൻ പോകുന്നത് എന്ന് പറയണം. പറഞ്ഞ് അതിനെന്തെങ്കിലും മറന്നുണ്ടാക്കി അത് പറഞ്ഞു ഒരാളിനെ സഹായിക്കണം. ഇന്ന രീതിയിൽ സംഭവം വേറൊരു ഡ്രൈവറിനെ സപ്പോർട്ട് ചെയ്ത് എത്രയോ കരുനാഗപ്പള്ളി എടുത്ത വണ്ടി കണ്ടക്റ്റില്ലാതെ വണ്ടി എടുക്കുന്നു. അത് എവിടെയൊക്കെ എന്തോ ഉറപ്പുണ്ടാകും. കണ്ടക്ടർ മുന്നോട്ട് വയ്ക്കാനുണ്ട്. ഈ ഏഴ് പറയാൻ കഴിയും. ആറ് കയറി ഡ്രൈവർ വണ്ടി എടുക്കുന്നത് 6-7 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ നമ്മുടെ റൂമിൽ വിളിക്കുന്നു. ഞാൻ സ്റ്റേഷൻ എടുക്കാൻ പോയി. ഇൻസ്പെക്ടർ ഞാൻ സംസാരിച്ചപ്പോൾ കാര്യം മനസ്സിലായി. അപ്പോൾ ഇൻസ്പെക്ടർ പറഞ്ഞ് ഞാൻ ഇങ്ങനെ ചോദ്യം ചോദിക്കും. അതിനിങ്ങനെ മറുപടി എത്തിക്കോളാം. എന്താണ് വണ്ടി എടുത്തുകൊണ്ട് പോയതെന്ന് ചോദിക്കും. അപ്പോൾ എഴുതാം, ഞാൻ വണ്ടി കയറി എനിക്ക് ബെല്ല് കിട്ടിയതിന് ശേഷം ആരോ ബെല്ലടിച്ചു. ഞാൻ വന്നാൽ വണ്ടി എടുത്തുകൊണ്ട് പോയെന്ന് എഴുതിയാൽ മതി. എന്താണ് ആരാണ് ബെല്ലടിക്കുന്നത് നമുക്കറിയില്ല. ബെല്ല് കിട്ടിയ അവർക്ക് ഞാൻ എടുത്തുകൊണ്ട് പോയി. കണ്ടക്ടറിന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആള് കൂടുതൽ കയറാണെന്നുണ്ടെങ്കിൽ വെളിയിൽ വന്ന് കയറാവുന്നതാണ്. എനിക്ക് ഉറപ്പ് വരാൻ വേണ്ടി ഈ പുള്ളി എന്ത് ചെയ്യുന്നറിയാം, ബാങ്കിനകത്ത് ഞാൻ കയറുന്നത്